എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ റാഫ്റ്റൽ ഐലാൻഡിനെ കുറിച്ച് കേട്ട് ആകെ വണ്ടർ അടിക്കുകയാണ്. മാത്രമല്ല ഇവിടേക്ക് എത്താനുള്ള ഏകദേശം ചില ക്ലൂകളൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ കഴിയും. മാത്രമല്ല ഡി റോജറിന്റെ ആ വൺ പീസ് ട്രഷർ അതുള്ളതും ആ ഐലാൻഡിൽ തന്നെയാണ്. കിങ്സ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ പോണോഗ്ലിഫിനെ കുറിച്ച് ഒരുപാട് ചരിത്രം പറയുകയാണ്. ബൊഹാറ ഐലാൻഡിലുള്ളവർക്ക് മാത്രമേ പോണോഗ്ലിഫ് അത് ഡീസൈഫർ ചെയ്യാനായിട്ട് കഴിയൂ. അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ അത് റോബിൻ മാത്രമാണ്. റോബിനെ കൊണ്ട് ഇതുപോലുള്ള പോണോഗ്ലിഫുകളെല്ലാം തന്നെ ഡീസൈഫർ ചെയ്യാൻ കഴിയും. ആക്ച്വലി പോണോഗ്ലിഫ് ഉള്ളത് രണ്ട് വിധത്തിലാണ്. ഒന്നില് ഇൻഫർമേഷൻ, മറ്റൊന്നില് ഇതുപോലെ തന്നെ എന്തെങ്കിലും റൂട്ട് മാപ്സ് ഒക്കെ ആയിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. നമ്മുടെ റോബിൻ ഇതിനു മുൻപും ഒരുപാട് പോണോഗ്ലിഫ് സൈഫർ ഒക്കെ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയവളാണ്. ലോകത്തിലുള്ള പോണോഗ്ലിഫുകളെല്ലാം തന്നെ കണ്ടെത്തി അത് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത വലിയൊരു ഇൻഫർമേഷൻ കിട്ടും. ആ ഒരു ഇൻഫർമേഷൻ അത് നമ്മളെ ആ എൻഡ് ഐലാൻഡിലേക്ക് എത്തിക്കും. മാത്രമല്ല ഇതിനു മുൻപ് എല്ലാ പോണോഗ്ലിഫുകളും കണ്ടെത്തി വായിച്ചു നോക്കിയ ഒരേ ഒരാള് അത് സാക്ഷാൽ കോൾഡി റോജറാണ്. ആ കാര്യം സ്കൈ ഐലാൻഡിൽ ഉണ്ടായിരുന്ന ഗോൾഡൻ പോണോഗ്ലിഫില് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഉഷാറായിട്ട് എവിടേക്കോ ചാടി ഓടുന്നതായിട്ട് കാണും. അത് കണ്ട് ഉസോപ്പ് അവനെ പിടിച്ചു വെച്ച് കാര്യം അന്വേഷിക്കും. അതിന് ലൂഫി പറയും അത്രയും നേരവും നമ്മുടെ ചിന്ത അത് ഡൈവേർട്ടായി പോയി. നമ്മുടെ സാഞ്ചിയുടെ കാര്യം നമ്മൾ മറന്നു. ആദ്യം നമുക്ക് സാഞ്ചിയെ കണ്ടെത്തി അവനെ രക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ തിരക്കിട്ട് ഓടുന്നതെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ വീണ്ടും ചാടി ഓടുകയാണ്. ഉടനെ ആ ക്യാറ്റ് കിങ് ആണെങ്കിൽ ലൂഫിയോട് പറയും സത്യത്തിൽ നീ ഇപ്പൊ ബിഗ് മോമിന്റെ ഐലാൻഡിലേക്ക് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. ടോട്ടലായിട്ട് 4 പോണോഗ്ലിഫാണ് ഉള്ളത്. അതിലൊരെണ്ണം നമ്മുടെ ഐലാൻഡിലാണ്. ബാക്കിയുള്ള 3 2 അതിലൊന്ന് ആ ബിഗ് മോമിന്റെ ഐലാൻഡിലും മറ്റൊന്ന് ആ കൈഡോടെ അടുത്തുമാണ് ഉള്ളത്. സോ അവരെ രണ്ടുപേരെയും തകർത്ത് അതെടുക്കാൻ സാധിച്ചാൽ 3 പോണോഗ്ലിഫ് നിങ്ങൾക്ക് സ്വന്തമാവും. അത് കേൾക്കേണ്ട താമസം ഫ്രാങ്കിക്കും സോറോയ്ക്കും ഏറ്റവും ഉപരിയായിട്ട് നമ്മുടെ ലൂഫിക്കും ഭയങ്കര സന്തോഷം. ഞങ്ങൾ 3 പേരും വളരെ എക്സൈറ്റഡ് ആണെന്ന് അവരൊറ്റ സ്വരത്തിൽ പറയും. അതേസമയം ഇവിടെ ബ്രൂക്കും നാമിയും ബാക്കിയുള്ളവരും അവർക്കാണെങ്കിൽ അവരുടെ പേടി അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം 4 എംബറേഴ്സിലെ 2 പേരെയാണ് ലൂഫി തോൽപ്പിക്കാനായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. എംബറേഴ്സിന്റെ പവർ അത് അൺബീറ്റബിൾ ആണ്. അങ്ങനെയുള്ള അവരെ എങ്ങനെ ഇവൻ തോൽപ്പിക്കും ചിന്തിച്ച് അവർ ടെൻഷനാവും. ഇതൊക്കെ കേട്ട് ഉസോപ്പ് ആണെങ്കിൽ ഒരു സിമ്പിൾ ഐഡിയ പറയും. ലൂഫി ആരുടെയും കണ്ണിൽ പെടാതെ ആ 4 എംബറേഴ്സിൽ 2 എംബറേഴ്സ് ആയിട്ടുള്ള ബിഗ് മോമിന്റെയും ഐഡോയുടെയും അടുത്തേക്ക് പോവാം. അവരുടെ ആരുടെയും തന്നെ കയ്യിൽ ചെന്ന് വീഴാതെ ശ്രദ്ധയോടുകൂടെ ആ പോണോഗ്ലിഫിന്റെ ഓരോ കോപ്പി എടുത്ത് തിരികെ എത്തുക. അതുപയോഗിച്ച് നിനക്ക് ഈസി ആയിട്ട് ആ ഐലാൻഡ് കണ്ടെത്താൻ പറ്റും. പിന്നീട് നീയാണ് പൈററ്റ് കിങ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഒരു പ്ലാൻ തീരെ ഇഷ്ടാവില്ല. അവന് ഫൈറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും തോൽപ്പിച്ച് ആ ഒരു പോണോഗ്ലിഫ് സ്വന്തമാക്കണം എന്നാണ് ആഗ്രഹം. ഉസോപ്പ് നാമിയോട് ചോദിക്കും ആ 3 പോണോഗ്ലിഫ് കിട്ടിയ ഏകദേശം നമുക്ക് ഐലാൻഡ് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അതിന് അവള് പറയും ഒരിക്കലുമില്ല. 4 കറക്റ്റായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഐലാൻഡ് കണ്ടെത്താനാവൂ. ഇവിടെ ക്യാറ്റ് കിങ്ങിനാണെങ്കിൽ റോബിനോട് ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ സഹതാപവും തോന്നും. കാരണം ബൊഹാറ ഐലാൻഡിലെ ഒരുപാട് കഴിവും പവറുള്ള ആളുകളെയെല്ലാം നേവിക്കാർ ചുട്ടുകരിച്ചു. അതിലാകെ ബാക്കിയുള്ളത് ഇപ്പൊ റോബിൻ മാത്രമാണ്. അത് കേട്ട് റോബിനാണെങ്കിൽ ഇപ്പൊ ചിരിക്കുകയാണ്. കാരണം റോബിൻ അറിയാം ലൂഫി ആ ടീമിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന്. അവൾ ആ കാര്യം കിങ്ങിനോട് പറഞ്ഞ് അങ്ങനെ ക്യാഷ്ലായിട്ട് നിൽക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ലൂഫി ആ ടീമിലെ ഓരോരുത്തരും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് മുൻപിലേക്ക് നടന്നു വരികയാണ്. ക്യാറ്റ് വൈപ്പർ ആണെങ്കിൽ ചേർത്ത് പിടിച്ച് പറയും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും നല്ല ഫ്രണ്ട്സ് നിന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നല്ല രീതിയിൽ തിരയടിച്ച് അങ്ങനെ ഇളകി മറിയുന്ന ഒരു കടല്. ആ കടലിലൂടെ ആ എലിഫന്റ് വില്ലനും അവന്റെ ടീംസും അങ്ങനെ കടന്നു വരികയാണ്. ഫ്ലെമിംഗോയെ ലോക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആ നേവി കപ്പലുകൾ അത് കാണുകയാണ്. എലിഫന്റ് വില്ലന്റെ അസിസ്റ്റൻസിനാണെങ്കിൽ അത്രയും നേവി ഷിപ്സ് കാണുമ്പോൾ തന്നെ ഒരുപാട് പേടിയാവും. പക്ഷെ അവന് മാത്രം യാതൊരു കുലുക്കുമില്ല. അവർ ആ നേവി കപ്പലിനെ നോട്ടവിടുന്ന അതേ സമയം തന്നെ നേവിക്കാര് അവര് ഈ വില്ലന്മാരുടെ കപ്പലിനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യും. നേവിക്കാർക്കാണെങ്കിൽ ആ പൈററ്റ്സ് ടീമിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ നിസ്സാരക്കാരല്ല എന്നും കൈഡോയുടെ അസിസ്റ്റന്റ് ആണെന്ന്. അടുത്ത നിമിഷം 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊച്ചറം ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ആ ബുള്ളറ്റ്സ് എല്ലാം കപ്പലിൽ പതിക്കാതെ മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതേസമയം ഇവിടെ ഡോഫ്ലമിംഗോ അവൻ ആ ശബ്ദമൊക്കെ കേട്ട് സന്തോഷിക്കും. 2 ടീമിന്റെ കപ്പലുകൾ അതങ്ങനെ ക്ലോസ് എത്തുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ സ്ക്വാഡ് കയ്യിലെടുത്ത് എന്തോന്ന് ചെയ്യാണ്. കട്ട് ചെയ്ത പ്രസന്റില് എലിഫന്റ് വില്ലൻ അവനാണെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത് അങ്ങനെ ഞെട്ടി എഴുന്നേൽക്കും.
ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ റോബിൻ അവളാണെങ്കിൽ ഇപ്പൊ ക്യാറ്റ് കിങ്ങിനോട് ചോദിക്കും, ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെ ഈ പോണോ ക്ലിഫിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു? അതിന് ആ കിങ് പറയും, ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ ക്യാപ്റ്റന് ഇതിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് ക്യാറ്റ് കിങ് ഡോഗ് കിങ്ങിനോട് ചോദിക്കും, നമ്മുടെ മാസ്റ്ററെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവളോട് പറയാൻ പറ്റുമോ? ഉടനെ ഡോക്കിംഗ് ആണെങ്കിൽ മൊമന്റോസ്കിയെ നോക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ വലിയ എന്തോ സംഭവമാണ് എന്ന രീതിയിൽ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവരോട് പറയും, കുഴപ്പമൊന്നുമില്ല, അവരിപ്പോ നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാം. ലൂഫിക്കാണെങ്കിൽ മൊമന്റോസ്കിയുടെ ആറ്റിറ്റ്യൂഡ് അതൊട്ടും ഇഷ്ടാവില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുൻപിൽ നിന്റെ ഈഗോ കാണിക്കും ചോദിച്ച് അവന്റെ പിന്നാലെ ഓടുകയാണ്. അതിന് മൊമന്റോസ്കി ആണെങ്കിൽ നിലവിളിച്ച് മുൻപോട്ടേക്ക് ഓടി ലൂഫിയോട് വിളിച്ചു പറയും, സത്യമായിട്ടും ഞാൻ അവരുടെ കിങ് ആണ്, അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കണേ. അതേസമയം ഇവിടെ റോബിൻ ആണെങ്കിൽ കൊസുക്കി ക്ലാനെ കുറിച്ച് ചോദിക്കും. അതിനവര് പറയും, കൊസുക്കി ക്ലാന് ലാൻഡ് ഓഫ് വാനോയിൽ ചേർന്ന ഒരു ക്ലാനാണ്. ആക്ച്വലി അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇത്തരത്തിലുള്ള പോണോഗ്ലിഫുകൾ കണ്ടെത്തുക എന്നതാണ്. അവർ ആക്ച്വലി കല്ലിൽ ശില്പം തീർക്കുന്നവരാണ്. പക്ഷെ അവർ തീർത്ത ശില്പങ്ങളെല്ലാം തന്നെ പോണോഗ്ലിഫ്സ് ആണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ പോണോഗ്ലിഫ്സും ക്രിയേറ്റ് ചെയ്തത് കൊസുക്കി ഫാമിലിയിലുള്ളവരാണ്. അത് കേട്ട് വീണ്ടും നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ഉഫി ആണെങ്കിൽ അത് കേട്ട് ഇപ്പൊ മൊമന്റോസ്കിയോട് ചോദിക്കും, സത്യം പറയ്, നീയല്ലേ ഈ ഒരു പോണോഗ്ലിഫ് റെഡ് കളറിൽ ക്രിയേറ്റ് ചെയ്തത്? പാവന്റെ സ്വത്ത് പെണ്ണ് റോബിൻ, അവളുടെ കണ്ണാണെങ്കിൽ ആ ഡാർക്ക് ചോപ്പ് കളർ കാരണം ആകെ ബുദ്ധിമുട്ടിലായി. നീ ഒറ്റൊരുത്തനല്ലേ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേ? അതിനവൻ പറയും, ഞാനൊന്നും അല്ല, പൂർവികന്മാരാണ് ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് ലോകത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലായി ഇതൊക്കെ കൊണ്ടുപോയി സ്ഥാപിച്ചത്. ഞാൻ തന്നെ ഇതിൽ പലതും വളരെ റീസെന്റ് ആയിട്ടാണ് കണ്ടത് പോലും. ആക്ച്വലി അടുത്തടുത്ത ജനറേഷനിലേക്ക് ഈ ഒരു കഴിവും ഇത് വായിക്കാനും ഇത് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും പാസ്സായി വന്നില്ല. നമ്മുടെ മൊമന്റോസ്കിയുടെ പപ്പയോട് കൂടെ അത് നിന്നു. മൊമന്റോസ്കിക്കാണെങ്കിൽ അതിൽ ഒരുപാട് വിഷമമുണ്ട്. ഇത്തരത്തില് അവന്റെ പൂർവികന്മാർ ചെയ്ത കാര്യങ്ങൾ അവനും ഫോളോ ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ പപ്പ അതെനിക്ക് പറഞ്ഞു തരുന്നതിന് മുൻപ് തന്നെ ചിലര് എന്റെ പപ്പയെ കൊന്നുകളഞ്ഞു. ഷോഗോണും കൈഡോയും അവർ രണ്ടുപേരും ചേർന്നാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ഈ ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ജീവൻ ത്യജിച്ചു. അന്നു മുതൽ ഞങ്ങൾ എല്ലാവരും അനാഥരായിട്ടാണ് ഈ ഒരു ഒറ്റപ്പെട്ട ഐലാൻഡിൽ ജീവിതം കഴിച്ചു കൂട്ടിയത്. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും, ഓൾറെഡി ബീസ്റ്റ് പൈററ്റ്സിനും വാനോ കിൻഡത്തിനും തമ്മിൽ പണ്ട് മുതലേ എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അത്രയും പവറുള്ള ആ 4 എംപററിൽ ഒരാളായിട്ടുള്ള കൈഡോ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഇവരോട് ഫൈറ്റ് ചെയ്യില്ല. കൈഡോ അതിനുശേഷം ആ വാനോ കിൻഡം അത് സ്വന്തമാക്കി. അവനിപ്പോഴും ഞങ്ങളോട് തീർത്താൽ തീരാത്ത പകയാണ്. അവരുടെ കയ്യിലുള്ള ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ അവന് ആവശ്യമാണ്. ഞങ്ങളുടെ മാസ്റ്റർ ആ കോൾഡ് ഡി റോജറിന്റെ കൂടെ കൊസുക്കി ഐലാൻഡിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരുപാട് രഹസ്യങ്ങൾ ഐലാൻഡിനെ കുറിച്ച് അറിയാം. ഇവിടെ മൊമന്റോസ്കിക്ക് ആണെങ്കിൽ അവന്റെ പപ്പയെ കുറിച്ച് കേൾക്കുന്തോറും വിഷമം കൂടി വരും. പക്ഷെ ലൂഫിക്ക് അവന്റെ അത്ഭുതവും ആകാംക്ഷയായിരിക്കും കൂടി വരിക. കോൾഡ് ഡി റോജറിന്റെ കൂടെ ഇവരുടെ മാസ്റ്റർ അദ്ദേഹവും ആ റാഫ്റ്റിലേക്ക് പോയെന്ന് ലൂഫിയെ കൊണ്ട് വിശ്വസിക്കാനാവില്ല. ലൂഫി ആണെങ്കിൽ ബിഗ് മോമുമായിട്ടും അതുപോലെ തന്നെ കൈഡോയുമായിട്ടും ഫൈറ്റ് ചെയ്യാൻ മനസ്സിൽ ഉറപ്പിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.